അർദ്ധവാർഷിക പരീക്ഷ 3-ാം ക്ലാസ് താരീഖ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന നല്ല ഉപകാരപ്രദമായ വീഡിയോയാണ്. മുഴുവൻ കാണുന്നതിലൂടെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യം ഉണർത്തുകയാണ്. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് യോജിച്ചത് ചേർക്കാം എന്നുള്ളതാണ്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് ആമിന ബീവി, ഹലീമ ബീവി, അബ്ദുൽ മുത്തലിബ്, അബൂ ത്വാലിബ്, അബ്ദുള്ള മാറിപ്പോവരുത്. മൂന്നും ഒരുപോലത്തെ പേരുകളുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടായി പോയാൽ മാർക്ക് നഷ്ടപ്പെടും. അതിലൊന്നാമത്തത് 4 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റി വളർത്തിയതാരാണ്? ഹലീമ ബീവി റളിയല്ലാഹു അൻഹയാണ്. രണ്ടാമത്തത് നബിയുടെ 6-ാം വയസ്സിൽ അബവായിൽ രോഗം ബാധിച്ചു വഫാത്തായി ആര്? ആമിന ബീവി റളിയല്ലാഹു അൻഹ. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 8-ാം വയസ്സിൽ വഫാത്തായി വലിയുപ്പ അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് നോട്ട് ചെയ്ത് വെക്കുക, ഉപ്പാപ്പയാണത്. ഇനി നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് 7 മാസം മുമ്പ് വഫാത്തായതാരാണ്? അത് ഉപ്പ അബ്ദുള്ള. അതെല്ലാവർക്കും അറിയും, എളുപ്പമാണ്. അഞ്ചാമത്തത് 42 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകി ആരാണ്? അബൂ ത്വാലിബ്. ഉപ്പയുടെ സഹോദരനാണ് അബൂ ത്വാലിബ്. അപ്പോൾ ഈ രൂപത്തിലാണത് പൂരിപ്പിക്കേണ്ടത്. ഇതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വന്നിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു രൂപത്തിലല്ലെങ്കിൽ ചോദ്യരൂപത്തിലോ പൂരിപ്പിക്കാനോ മറ്റേതെങ്കിലുമൊക്കെ രൂപത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തത് ഇവർ ആരെന്ന് എഴുതാമോ എന്ന ചോദ്യത്തിൽ 4 ചോദ്യം വന്നിട്ടുണ്ട്. വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ടുകൊണ്ട് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് കമൻറ്റിൽ താങ്ക്സോ അൽഹംദുലില്ലയോ എഴുതി അറിയിക്കുക. ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തത് ഖദീജ ബീവിയുമായുള്ള നബിയുടെ വിവാഹത്തിന് നേതൃത്വം നൽകിയത് അബൂ ത്വാലിബാണ്. ഉപ്പയുടെ സഹോദരൻ അബൂ ത്വാലിബാണ്. രണ്ടാമത്തത് ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല. ഇങ്ങനെ പറഞ്ഞതാരാണ്? നസ്തൂറ എന്ന വ്യക്തിയാണ്. മൂന്നാമത്തത് ഈ കുട്ടിയെ ശ്രദ്ധിക്കണം, യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് പറഞ്ഞതോ? ബഹീറ എന്ന വ്യക്തിയാണ്. ഇനി നാലാമത്തത് ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് ആദ്യം കടന്നു വരുന്ന വ്യക്തിയെ നമുക്ക് മധ്യസ്ഥനാക്കാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ എന്ന് പറയുന്നവരാണ്. അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ചോദ്യത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നത് തന്നെയാണ്. ചിലപ്പോൾ ഈ രൂപത്തിലാവില്ല, ചിലപ്പോൾ മറ്റേതെങ്കിലും രൂപത്തിൽ ബ്രാക്കറ്റിൽ നിന്നൊക്കെ എടുത്ത് എഴുതാനുണ്ടാകും. ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തേൽ നബിതങ്ങളുടെ വയസ്സ് എത്രയാ എന്ന് എഴുതാനുള്ള ചോദ്യമാണ്. അതിൽ ഒന്നാമത്തത് വിവാഹിതനാകുമ്പോൾ 40 എന്നും 30 എന്നും 25 എന്നൊക്കെ ഉണ്ട്. ശരിയായത് 25 വയസ്സാകുമ്പോഴാണ്. രണ്ടാമത്തത് കഅബ ഷരീഫ് പുതുക്കി പണിയുമ്പോൾ 35, 15, 20 എന്നുണ്ട്. ശരിയായത് 35 ആണ്. മൂന്നാമത്തത് ആദ്യ ഷാം യാത്രാവേളയിൽ 25, 12, 14. ആദ്യ ഷാം യാത്രാവേളയിൽ 12 വയസ്സാണ് നബിക്കുണ്ടായിരുന്നത്. നാലാമത്തത് പിതൃവ്യൻ നബിതങ്ങളെ സംരക്ഷിക്കുമ്പോൾ 6, 4, 8 ഉണ്ട്. പിതൃവ്യൻ നബിതങ്ങളെ സംരക്ഷിക്കുമ്പോൾ 8 വയസ്സാണ് നബിതങ്ങൾക്ക്. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. ഇനി നാലാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളത്. അതിലൊന്നാമത് വന്നിട്ടുള്ളത് മക്ക നഗരത്തിൻ്റെ മറ്റൊരു പേര് നമ്മുടെ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണത്? ഉമ്മുൽ ഖുറ എന്നൊരു പേരും കൂടെ മക്കക്കുണ്ട് എന്ന് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചതാണ്. ഇനി രണ്ടാമത്തത് ഹജറുൽ അസ്വദ് എവിടെ സ്ഥിതി ചെയ്യുന്നു?
കഅബയുടെ തെക്ക് കിഴക്ക് മൂലയിൽ. കഅബയുടെ തെക്ക് കിഴക്ക് മൂലയിൽ. മൂന്നാമത്തത് ഖദീജ ബീവിയുടെ ഗുണങ്ങൾ 2 എഴുതാം എന്നുള്ള ചോദ്യമാണ്. 3 അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് 2 പഠിച്ചു വെക്കുക. കാര്യസ്ഥത, ബുദ്ധികൂർമ്മത, ഭർതൃസ്നേഹം, ഇതിലൊക്കെ ഖദീജ ബീവി വളരെ മുമ്പിലായിരുന്നു. ഇതൊക്കെ ഖദീജ ബീവിയുടെ ഗുണങ്ങളായിരുന്നു. 4മത്തത് പ്രവാചകത്വത്തിൻ്റെ ആദ്യ അനുഭവങ്ങളിൽ 2 എഴുതാമോ? ചില അശരീരികൾ കേൾക്കുക, പല സ്വപ്നങ്ങളും കാണുക, കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പായി നടന്ന ചില അനുഭവങ്ങളാണ്. ഇനിയും ഉണ്ട്, 3 അവിടെ കൊടുത്തിട്ടുള്ളൂ. 2 എന്തായാലും എല്ലാവരും പഠിച്ചു വെക്കുക. ഇനി പൂരിപ്പിക്കാം എന്നുള്ളതിൽ കിനാനത്തുൻ ഡാഷ് വ മുദ്രിക സുമ്മ മുളർ എന്ന ബൈത്താണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഫുൾ ബൈത്ത് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വരി നമ്മളോട് ചോദിച്ചേക്കാം. ഇത് മുഴുവനായി പഠിക്കുന്ന ആളുകൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് വരിയാണ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ബ്രാക്കറ്റിൽ നിന്ന് എടുക്കാനോ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചോദ്യത്തിന് ഉത്തരങ്ങളായിട്ടോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ് ഖുസൈകിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ ഗാലിബ് ഫിഅറുൻ മാലികുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്യാസു സുമ്മാ മുളറുൻ കുൻ മുദ്രിക നിസാറുഹും അദ്ദുഹും അദ്നാനു തർതീബുഹും ആതാബിഹി തിബിയാനു. നല്ല ബൈത്താണ്, എല്ലാവരും പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യ പേപ്പർ കാണാം. അതിലും ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. 2 കൂടെ താരതമ്യം ചെയ്ത് ഇമ്പോർട്ടൻ്റ് ഉള്ള ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ പഠിക്കുക. പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട എല്ലാ പാഠങ്ങളും നന്നായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണും. വാർഷിക പരീക്ഷയൊക്കെ വരുന്നുണ്ടല്ലോ. ഉപകാരപ്രദമായ നല്ല നല്ല ക്ലാസ്സുകളും മറ്റുമൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സന്തോഷം കമൻറ്റിലൂടെ അറിയിക്കുക. കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ വീഡിയോകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കുക. നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.